ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബിസ്ക്കറ്റാണ് തയ്യാറാക്കുന്നത്. ഈ ബിസ്ക്കറ്റ് നമ്മൾ ബേക്കറിയിലൊക്കെ കാണാൻ പറ്റും. ഒരു കാഷ്നട്ട് പോലത്തെ ഒരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് മൈദയാണ്. മൈദയിലാണ് ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്കൊരു പകുതി ഗോതമ്പ് പൊടിയും പിന്നെ പകുതി മൈദയായിട്ടും അങ്ങനെ ചെയ്യാം. അപ്പോൾ 2 കപ്പ് മൈദയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നമുക്ക് ഡാൽഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലാതെ നമുക്ക് എണ്ണയൊന്നും ചേർക്കരുത്. ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ ഏതാണെന്നുള്ളത് അത് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ എല്ലാം കുഴച്ചെടുക്കുക. ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം. നല്ല കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഒട്ടും തന്നെ ലൂസായി പോരുത്. പറ്റാവുന്നത്രയും കട്ടിയിൽ കുഴച്ചെടുക്കുക. പിന്നെ പഞ്ചസാര ഉള്ളത് കൊണ്ട് ഇത് ഒന്നും കൂടി ഒന്ന് ലൂസാവും. അപ്പോൾ അതനുസരിച്ച് വെള്ളം നോക്കി വേണം ചേർക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത്രയും വെള്ളം മാത്രമേ വേണ്ടി വരുള്ളൂ. വെള്ളം നോക്കി ചേർക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കാം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഒന്നും കൂടി ഒന്ന് ലൂസായ പോലെ ഇരിക്കും. കാരണം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഈ മാവ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കുപ്പിയുടെ മൂടി എടുക്കാം. ഇതേപോലത്തെ ഏതെങ്കിലും ഒരു അടപ്പ് എടുക്കുക. അതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്യാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കാഷ്നട്ടിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ശരിക്കും കാണാൻ അങ്ങനെ തന്നെ ഇരിക്കും. ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഈ ബാക്കിയുള്ള മാവ് വീണ്ടും പരത്തി നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റും ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാവണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കുക. കുറച്ചതിന് ശേഷം വേണം ഈ ബിസ്ക്കറ്റ്സ് ഇടാനായിട്ട്. ഇത് ഇട്ടപാടെ ഇട്ട് ഇളക്കരുത്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കാം. ഇത് സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ എല്ലാ ഭാഗത്തും വേവുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ കളറും എല്ലാ ഭാഗത്തും ഒരേപോലെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം ഇത് ഇരുന്നതിന് ശേഷം വീണ്ടും ഇതിൻ്റെ കളർ ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് എടുത്ത് മാറ്റാം. നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു കളർ ആകുമ്പോൾ നമ്മൾ നോക്കിയെടുക്കുക. ബാക്കിയുള്ള ബിസ്ക്കറ്റ്സും ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ്സ് ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇങ്ങനെയും കഴിക്കാം, ഇങ്ങനെയും ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ്സിലേക്ക് കുറച്ച് മുളക് പൊടി ഇതേപോലെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് എരിവും മധുരമൊക്കെ ചേർന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഈ ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാം. നല്ല ക്രിസ്പിയാണ് ഈ ബിസ്ക്കറ്റ്സ്, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മധുരവും ഒന്ന് കുറച്ച് എരിവുള്ളതും. നല്ല ടേസ്റ്റിയാണ് രണ്ടും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.